സുഹൃത്തുക്കളെ, ഇന്ത്യയിലേക്ക് വിദേശത്തുനിന്ന് യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. രാജ്യത്ത് പുതിയ ബാഗേജ് നിയമങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുന്നു. ഇത് ട്രെയിൻ ബാഗേജിനോ ആഭ്യന്തര യാത്രകൾക്കോ ബാധകമല്ല. വിമാനത്തിലോ കപ്പലിലോ ഇന്ത്യയിലേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് മാത്രമാണ് ഈ നിയമങ്ങൾ. ഈ നിയമങ്ങൾ ആരെല്ലാം ബാധിക്കും? വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ, അവധിക്ക് നാട്ടിലേക്ക് വരുന്നവർ, ടൂറിസ്റ്റുകളായി ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികൾ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാരെയും ഈ നിയമങ്ങൾ ബാധിക്കും. ഇത് കസ്റ്റംസ് ബാഗേജ് റൂൾസ് പ്രകാരമുള്ള പുതിയ ഇളവുകളാണ്. ഡ്യൂട്ടി ഫ്രീ അലൗവൻസ്. മുമ്പ് ഒരു യാത്രക്കാരന് 50,000 രൂപ വരെ ഡ്യൂട്ടി ഫ്രീ ആയി സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. പുതിയ നിയമമനുസരിച്ച് ഫെബ്രുവരി 2 മുതൽ ഈ പരിധി 75,000 രൂപയായി വർദ്ധിപ്പിച്ചു. അതായത് കൂടുതൽ ഗിഫ്റ്റുകൾ, സ്വന്തം ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇനി നികുതിയില്ലാതെ കൊണ്ടുവരാം. ഗോൾഡ് റൂൾസ്. ഏറ്റവും വലിയ മാറ്റം. സ്വർണത്തിന്റെ കാര്യത്തിൽ ഇത് വലിയ ആശ്വാസമാണ്. മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ വളരെ പഴയതായിരുന്നു. സ്വർണവില ഉയർന്നതോടെ ഒരു പവൻ പോലും കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ. പുതിയ നിയമമനുസരിച്ച് സ്ത്രീകൾക്ക് 40 ഗ്രാം വരെ സ്വർണം, പുരുഷന്മാർക്ക് 20 ഗ്രാം വരെ സ്വർണം ഡ്യൂട്ടി ഫ്രീ ആയി കൊണ്ടുവരാം. ഇത് ആഭരണ രൂപത്തിലുള്ള സ്വന്തം ഉപയോഗത്തിനുള്ള സ്വർണമായിരിക്കണം. വിൽപ്പനയ്ക്കുള്ളതാകരുത്, അത് ശ്രദ്ധിക്കുക. ലാപ്ടോപ്പ് ആൻഡ് റിട്ടേണിംഗ് NRIS. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു യാത്രക്കാരനും ഒരു ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് ഡ്യൂട്ടി ഫ്രീ ആയി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. വിദേശത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത് സ്ഥിരമായി മടങ്ങുന്നവർക്ക് താമസകാലം അനുസരിച്ച് 1.5 ലക്ഷം മുതൽ 7.5 ലക്ഷം രൂപ വരെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള കൂടുതൽ ഇളവുണ്ട്. മൊബൈൽ ഫോൺ. പലർക്കും സംശയം. പുതിയ നിയമത്തിൽ ഫോണിനെ കുറിച്ച് പ്രത്യേകമായി പറയുന്നില്ല. പക്ഷേ ഓർക്കണം, ഡ്യൂട്ടി ഫ്രീ പരിധി 75,000 രൂപ മാത്രമാണ്. അതിനാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പുതിയ ഐഫോൺ പോലുള്ള ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ ഡ്യൂട്ടി അടക്കേണ്ടി വരും. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ഫോൺ കൊണ്ടുവരാൻ ഒരു പ്രശ്നവുമില്ല. ഡ്യൂട്ടി ബാധകമായ സാധനങ്ങൾ. തോക്ക്, 50-ൽ കൂടുതൽ വെടിയുണ്ടകൾ, 100-ൽ കൂടുതൽ സിഗരറ്റ്, 25-ൽ കൂടുതൽ സിഗാർ, ആഭരണ രൂപത്തിൽ അല്ലാത്ത സ്വർണം, ഇവയെല്ലാം ഡിക്ലെയർ ചെയ്യുകയും തീരുവ അടയ്ക്കുകയും വേണം. പേഴ്സണൽ യൂസ്ഡ് ഐറ്റംസ്. നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ഷാംപൂ, സോപ്പ്, കണ്ണട പോലുള്ള വ്യക്തിഗത ഉപയോഗ സാധനങ്ങൾക്ക് നികുതിയില്ല. ഡിജിറ്റൽ ഡെക്ലറേഷൻ. ഇനി ക്യൂവിൽ നിൽക്കേണ്ട. ഡിക്ലറേഷൻ ഫോമുകൾ മൊബൈൽ ആപ്പിലൂടെയും ഓൺലൈൻ പോർട്ടലിലൂടെയും നേരത്തെ തന്നെ സെൽഫ് ഡിക്ലെയർ ചെയ്യാം. കൺക്ലൂഷൻ. പുതിയ ബാഗേജ് നിയമങ്ങൾ നിങ്ങളുടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കാനാണ്. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കൂ. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.